എടാ നിന്റെ എക്സാമിൻ്റെ അവള് വല്ല പ്രതികാരം ചെയ്യാനായിരിക്കും പോണോ? എടാ പ്രതികാരം ചെയ്യാനായിട്ട് അവളെ ഇന്നലെ പഠിച്ചത്. അതുപോലെ ഞാൻ പോയില്ലെങ്കിൽ അവൾ വിചാരിക്കും ഞാൻ ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കണം. അവൾ വിരുന്ന് വിളിച്ചല്ലേ ചെല്ലാം. നല്ല ഫുഡ് അടിച്ച് പൊള്ളിച്ചിട്ട് ഞാൻ വരാം. വരൂ ലെക്ചറിലേക്ക് വരൂ. നീ ആദ്യമായിട്ടല്ലേ ലെക്ചറിലേക്ക് വരുന്നേ? സെക്യൂരിറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു നീ വരുമെന്ന്. അല്ലെങ്കിൽ കുറെ അലവലാദികളൊക്കെ കയറി ഇങ്ങനെ വരുമെന്നേ. വാ ഇങ്ങോട്ട്. ഹലോ അത് നിന്റെ അച്ഛനുണ്ടല്ലോ. ഇതെന്റെ ഹസ്ബൻഡാണ് പട്ടി. ഹസ്ബൻഡാ? നമസ്കാരം. ഗവൺമെന്റ് വരെയാണല്ലേ? വീട്ടിലെത്തിയ സ്വത്തുക്കളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. മുഖം നോക്കി ലക്ഷണം പറയാനുണ്ടല്ലോ. കാക്കാനല്ല, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട് കേട്ടോ മിസ്റ്റർ അതുൽ. ഒരു സുഹൃത്ത് വരണുണ്ടെന്ന് പറഞ്ഞ് അതും ഒരു ആൺ സുഹൃത്താണെന്ന് അറിയപ്പോ ഞാൻ ഞെട്ടി. അല്ല ഞങ്ങൾ തമ്മിൽ ഒരാണിന്റെ പോലും മുഖത്ത് നോക്കാത്ത പെണ്ണാണെന്ന്. നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് ആ മനുഷ്യന്റെ മനുവല്ല വിനു. എന്റെ എക്സ് രോഹിത്. രോഹിത് കഴിഞ്ഞിട്ട് മിഥുൻ, മിഥുൻ കഴിഞ്ഞിട്ട് മനു, മനു കഴിഞ്ഞിട്ട് വിനു, ഈ ലാസ്റ്റ്. ചായയിൽ മുക്കി കുഴച്ച് തരട്ടെ? താ നിക്കണ കാരണം ഭയങ്കര നാണക്കാരിയാ. ബ്രേക്കപ്പ് ആണ്, അതിന് മാത്രം ഉണ്ടായേ. എടാ അത് നിനക്കൊരു ഇതില്ല. അതല്ല നമുക്കിത് ഇവിടെ നിർത്താം. അതേ ഇതാവുള്ളൂ. മാത്രല്ല ഇത് നടക്കൂല. അതാ ഏത് നീ എന്ത് തേങ്ങ പറയണത്? എനിക്ക് തോന്നിച്ചാണല്ലോ കോപ്പ്. ഇത് കണ്ട, ഇത് ടേബിൾ മാനസ് അത് നിനക്കില്ല. മാത്രല്ല എനിക്ക് OCD ഉണ്ട്. നിന്റെ പോലെ വൃത്തിയില്ലാത്തവരത്തിനോട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. ബ്രേക്കപ്പ്. അത് ചേട്ടൊരു മരിപ്പുണ്ട്.